ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നിങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സമ്പാദിച്ചിരിക്കും. അതൊന്നും SIT വിഷയമല്ല. മിനിസ്റ്റർ മാധവൻ സ്ഫോടനത്തിൽ മരിച്ച ദിവസം നിങ്ങൾ നാട്ടുകാർക്ക് മദ്യം വിളമ്പുകയോ സദ്യ കൊടുക്കുകയോ ഒക്കെ ചെയ്തിരിക്കാം. അതും SIT പ്രശ്നമല്ല. അവർ പ്രോബ്ലം ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ലയോ? അയ്യോ ഇല്ല, ഒരു ബന്ധവുമില്ല. എന്നാ ഞാൻ പോട്ടെ, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ, ജുമാ ഉണ്ട്. അവിടെ ഇരിക്കണു. ഉദ്ദേശം 7 മാസം മുമ്പ് ഹോട്ടൽ സദേൺ പാലസിൽ 3-4 ദിവസം നിങ്ങൾ അടുപ്പിച്ച് മുറിയെടുത്ത് താമസിച്ചിരുന്നു. താമസിച്ചിരുന്നു? ഇല്ല. 7-8 ബെഡ്റൂം ഉള്ള ഒരു വീട് സ്വന്തമായിട്ടുള്ളപ്പം ഞാൻ എന്തിനു വാടക കൊടുത്ത് അവിടെ താമസിക്കണം? നിങ്ങൾ അവിടെ താമസിച്ചിരുന്നതിന് തെളിവായി നിങ്ങളുടെ പേരിലുള്ള ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ബിൽ പേയ്മെന്റ് ചെയ്തതിന് അവർ ഇഷ്യൂ ചെയ്ത റിസിപ്റ്റിന്റെ കോപ്പി ഇതാ. പറ, നിങ്ങൾ അവിടെ താമസിച്ചിരുന്നോ ഇല്ലയോ? ആ, താമസിച്ചിരുന്നു. എന്തൊരു മറവിയാ. വയസ്സായില്ലേ മോളെ, ഇപ്പോഴാ ഓർമ്മ വന്നത്. ദേശമംഗലം ഇറിഗേഷൻ പ്രോജക്ടിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. ഓഫീസിലിരുന്ന തിരക്ക് കാരണം. അതെ സാർ, സത്യമായിട്ടും. നാടതികളെ PWD റെസ്റ്റ് ഹൗസിൽ ഉള്ളപ്പോ കയ്യിലെ കാശും മുടക്കി ഹോട്ടൽ മുറിയിൽ നിന്ന് റിപ്പോർട്ട് എഴുതിയായിരുന്നല്ലേ? ഇതെന്താ ഇങ്ങനെ? നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? അതെ, ഒറ്റയ്ക്ക്. 3 ദിവസം ഒറ്റയ്ക്ക്, ഒരു ഈച്ച പോലും അറിയാതെ. അപ്പോ തനിക്ക് തീർച്ചയായും മഹോദരമുണ്ട്. മഹോദരം? ആർത്തി, ആഹാര സാധനങ്ങളുള്ള അമിതമായ ആർത്തി. ഇല്ലെങ്കിൽ ഒരാൾ എത്ര കഴിച്ചാലും ഒരു ദിവസം 4200 രൂപ വരില്ല. 4 മട്ടൻ, 4 ചിക്കൻ, 4 ബിരിയാണി, 12 പൊറോട്ട, 4 കാപ്പി, 4 ചായ, 22 സോഡ. മറ്റു 3 പേര് ആരൊക്കെയായിരുന്നു? പറയണം മിസ്റ്റർ അൻവർ അഹമ്മദ്. മിസ്റ്റർ പത്മനാഭൻ, മിസ്റ്റർ CKC നമ്പ്യാർ അല്ലേ? മക്കൾ 4 പേരും കൂടെ എന്നെ അടുക്കായിരുന്നു അവിടെ. ചീട്ട് കളിക്കായിരുന്നു. 4 പേര് 3 ദിവസം രാവും പകലും ഓഫീസൊക്കെ മുടക്കി കുത്തിയിരുന്ന് ചീട്ട് കളിക്കായിരുന്നു അല്ലേ? ആ സോമനെന്ന് വിളിച്ചേ. അയ്യോ അതെന്തിനാ? രക്ഷയില്ല സാഹിബേ. ഹലോ ഹലോ, മിസ്റ്റർ സോമൻ പണിക്കർ? അതെ. ഇത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയും. അത് തന്നെ. ഒരു ഇൻഫർമേഷൻ വേണ്ടിയാ വിളിച്ചത്. എന്താ അറിയേണ്ടത്? എന്താ? ഹോട്ടൽ സദേൺ പാലസിൽ ഞാൻ ചീട്ട് കളിച്ചു. ചീട്ട് കണ്ടാ മനസ്സിലാകുമെന്നല്ലാതെ ഇന്നുവരെ അത് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ആ ഹോട്ടലിൽ ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല. ഇനിയും പുതിയ എന്തെങ്കിലും നുണ പറയാനാണ് ഭാവമെങ്കിൽ സാറിന്റെ പ്രായവും പദവിയൊക്കെ ഞങ്ങൾ അങ്ങ് മറക്കും. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഇവരുടെ കൈയും കാലവും ഒക്കെ ആയിരിക്കും. അത് വേണോ മിസ്റ്റർ അൻവർ അഹമ്മദ്? എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നാ പറയണം. മാധവനെ ഇലക്ഷനിൽ തോപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങളിവിടെ. വോട്ടർമാർക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, അയാളെ തോൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിലേക്കായി എല്ലാരും കൂടി ചേർന്ന് 25 ലക്ഷം രൂപ പിരിച്ച് ആ തുക നമ്പ്യാരെ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്പ്യാർ ആ തുക എന്ത് ചെയ്തു? അത് നമ്പ്യാര് പറഞ്ഞില്ല. പക്ഷെ ഇലക്ഷനിൽ മാധവൻ തോക്കുമെന്ന് മാത്രം ഞങ്ങൾക്ക് ഉറപ്പ് വന്നു. നമ്പ്യാർ ഇപ്പൊ എവിടെ ഉണ്ട്? ഓഫീസിലോ വീട്ടിലോ? എന്തായി? എവിടെയുണ്ട് മിസ്റ്റർ നമ്പ്യാർ? ഒരിടത്തുമില്ല സർ. ഓഫീസിലും വീട്ടിലും ഒക്കെ നേരിട്ട് അന്വേഷിച്ചു. ആർക്കും ഒരു വിവരമില്ല. കോഴിക്കോടുള്ള അയാളുടെ മകളുടെ വീട്ടിൽ അവിടുത്തെ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. അവിടെ ഒന്നും വേല ചെന്നിട്ടില്ല സർ. അയാളുടെ അടുത്ത റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ? അയ്യോ, സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. CKC നമ്പ്യാരുടെ അനന്തരവള SP മീന നമ്പ്യാർ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? നോ മോർ എക്സ്പ്ലനേഷൻസ്. എന്താ നോക്കി നിൽക്കുന്നത്? കം ഓൺ, ക്വിക്ക്. We are in search of Mr. Nambiar, CKC Nambiar, your uncle. അതിന് അദ്ദേഹം ഇവിടെയല്ലല്ലോ താമസിക്കുന്നത്. അതെനിക്കറിയാം. പക്ഷേ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. ഇവിടെ എന്റെ സെർവൻസും ഞാനും മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അതെനിക്കൂടെ ബോധ്യമാണല്ലോ. Come on, search. No, ഈ വീട്ടിൽ ഒരു സെർച്ച് നടക്കില്ല. How dare you order it? I won't let you do it. ആവശ്യം വന്നാൽ DGPയുടെ വീടായാലും സെർച്ച് നടക്കും.
Don't try to prevent us. ഇത് സ്പെഷ്യൽ ജഡ്ജ് ഇഷ്യൂ ചെയ്ത സെർച്ച് വാറന്റ് ആണ്. യു വാണ്ട് ടു ഡിസ്റെസ്പെക്ട് ഇറ്റ്? പറയൂ, ഇതിനെ മാനിക്കുന്നോ ഇല്ലയോ? ഇല്ല സാർ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? ഒരു നമ്പ്യാരെയും തേടിയല്ല നിങ്ങൾ വന്നത്. എന്നെ അപമാനിക്കണം, വൈരാഗ്യം തീർക്കണം. അതെ, അതിനാ നിങ്ങൾ വന്നത്. ഇഷ്ടമുള്ളത് എന്തും ധരിക്കാം. ഐ ഡോണ്ട് കെയർ. എന്ത് കാരണത്തിനാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു കുടുംബം മുഴുവൻ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലക്ഷത്തിലൊന്നുപോലും വരില്ല ഇതൊന്നും. ഈ സെർച്ചിന് നിങ്ങൾ തന്നെയാണ് കാരണം. ഞാനോ? അതെ, തുടക്കം മുതൽക്കുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിഷേധം, അഹങ്കാരം, ഇതൊക്കെ ആരിലും സംശയം ഉണ്ടാക്കും. പ്രത്യേകിച്ചും അന്വേഷിക്കപ്പെടുന്നയാൾ നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് കൂടി അറിയുമ്പോൾ. മിസ്റ്റർ CKC നമ്പ്യാർ, വരണം. ഇവിടെ എന്താ കാര്യം? എക്സ്ക്യൂസ് മീ സർ. ഇതാ, നിങ്ങൾ രാവും പകലും ഭൂമി മലയാളമാകെ തേടി നടന്ന പിടികിട്ടാപ്പുള്ളി മിസ്റ്റർ CKC നമ്പ്യാർ. സ്വന്തം അമ്മാവനെ പിടിച്ചു കൊടുത്തു എന്നുള്ള സൽപ്പേരിന് വേണ്ടിയല്ല ഞാൻ ഈ കർമ്മം ചെയ്തത്. ഡോണ്ട് തിങ്ക് ഐ എം സോ ജനറസ്. അന്ന് നിങ്ങൾ എന്നെ സംശയിച്ച് അപമാനിച്ചു. അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കരുതിയാൽ മതി. എ നോബിൾ റിവെഞ്ച്. തുല്യതയൊന്നും വേണ്ട സർ. ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കൺസിഡറേഷൻ മാത്രം മതി. എന്ന് വെച്ച് വി ഡോണ്ട് എക്സ്പെക്ട് യുവർ സിമ്പതി, ബട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡിങ്. വരട്ടെ. ജസ്റ്റ് എ മിനിറ്റ് മാഡം. നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്തുവല്ലോ, നല്ലത് തന്നെ. പക്ഷേ അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. സ്വന്തം അമ്മാവനെ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വികാര പ്രകടനമോ വീർമുട്ടലോ ഒന്നും വേണ്ട. മിനിമം വാചക കസർത്തെങ്കിലും ഒഴിവാക്കാമായിരുന്നു. പിടികിട്ടാ പുള്ളി, കോമ്പൻസേഷൻ, നോബൽ റിവെഞ്ച്, കഷ്ടം. എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്നുള്ള ആവേശമുണ്ട്, അതിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷേ വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ല. ഒരല്പം കൂടെ മെച്ചൂരിറ്റി ആവാം. തിരുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ സ്വയം ഝാൻസി റാണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് റോൾസ് ഉണ്ട് ഇവിടെ. അതിൽ ഒരെണ്ണം കൂടെ കൂടും, അത്രേ ഉള്ളൂ. എനിവേ, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തിക്ക് നന്ദി പറയേണ്ട കടമ എനിക്കുണ്ട്. താങ്ക്സ് ഫോർ വാട്ട് യു ഡൺ. നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ് മാം. Come on, Mr. Nambiar. We have some business.